അമ്മയായിട്ട് ഭയങ്കര അടുപ്പാണോ മൂകാംബിക അമ്മയായിട്ട്? അതെ അതെ. എന്നാ കുഞ്ഞുനാൾ മുതലേ തുടങ്ങിയാണ്? കുഞ്ഞുനാൾ മുതലല്ല, ഞാൻ ആദ്യം മംഗളത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് പെട്ടെന്നൊരു തോന്നലുണ്ടായി, മൂത്ത മോനെ അവിടെ എഴുത്തിനിരുത്തണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ആ ഒരു തോന്നലിൽ അന്ന് ഉച്ചയ്ക്ക് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. വൈഫിനെ കൂട്ടി ബൈക്കിൽ മോനെയും കയറ്റിയിട്ട് വൈറ്റില വരുന്നു. അവിടെ ഒരു SRS ട്രാവൽസ് എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അവിടുന്ന് ടിക്കറ്റുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു 4-5 ടിക്കറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു, ലാസ്റ്റ് ടിക്കറ്റാന്ന് പറഞ്ഞു. അതിൽ 3 എടുക്കുന്നു, നേരെ മൂകാംബികയിൽ പോകുന്നു, എഴുത്തിനെഴുതുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് എപ്പോൾ തോന്നിയാലും പോകും. ഒരു മുൻ തയ്യാറെടുപ്പുകളോ ഒന്നുമില്ല. നമ്മുടെ സമ്മതമൊന്നും വേണ്ട, അങ്ങ് പോയി അവിടെ പോകും. എപ്പോഴും എനിക്ക് സ്വാഗതം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് മിനിറ്റ് പോലും എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് മൊത്തം ഒരുമിച്ച് പോയിട്ട് എനിക്ക് മാത്രം ടിക്കറ്റ് കൺഫേം ആയ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഓ അത് ശരി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, എനിക്കൊന്ന് ദേവിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും രാജേഷിന്. അതുകൊണ്ടാണ് എപ്പോൾ വിചാരിക്കാലും അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റുന്നത്. എല്ലാവരും പറയും ബേസിക്കലി മൂകാംബിക അമ്മയുടെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ അമ്മച്ചി അവിടെ നിന്ന് തീരുമാനിച്ചാലേ ഒക്കത്തുള്ളൂ. പക്ഷെ ആ അനുഗ്രഹം എപ്പോഴും രാജേഷിന് ഉണ്ടാവട്ടെ. ഈ നമ്മുടെ ഈ സിനിമ ഉണ്ടല്ലോ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 100 days കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 100 ദിവസം കഴിയാന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയൊരു അതിശയല്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന, എന്നെ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്ന അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ സ്ക്രിപ്റ്റിന്റെ ഈ സ്ക്രിപ്റ്റ് അല്ലാതെ ഈ പറഞ്ഞ ഡയറക്ടറൊന്നും ചെയ്യാനൊക്കെയല്ല, പ്രൊഡ്യൂസറിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്ക്രിപ്റ്റ് എൻ്റെ ഏറ്റവും അത്യാവശ്യം. ഈ പടം ഇത്രയും ഹിറ്റായിട്ട് ഓടിയിട്ട് രാജേഷ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് രാജേഷിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ എവിടെയും പോവുകയല്ലേ. അത് ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒരു വിജയം ഉണ്ടാകുമ്പോൾ അത് പങ്കുവെക്കുക എന്നുള്ളതൊരു കൾച്ചറാണ് അല്ലേ, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കൂട്ടണോ വേണ്ടയോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ബേസിക്കലി എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഒരിടത്തും ലൈഫിൽ ഒരിടത്തും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു 12 വയസ്സ് മുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. 12 വയസ്സ്? 12 വയസ്സ് മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 വയസ്സ് മുതൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക വഴക്കമില്ലായ്മ എനിക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും പ്രൊമോഷൻ എന്നെ കൂടെ കൂട്ടുമോ അല്ലെങ്കിൽ എനിക്കും കൂടെ അവിടെ ഒരു സ്പേസ് തരുമോ എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പ്രൊമോഷന് വരാത്തതെന്ന് അന്വേഷിച്ച് വന്ന കുറേ മീഡിയക്കാരുണ്ട്, കുറേ ഓൺലൈൻകാരുണ്ട്. അവരൊക്കെ അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്തത്. ഞാനായിട്ട് എവിടെയും ചോദിച്ചിട്ടില്ല. അതാ കാണാൻ. ഓ അത് ശരി. അപ്പൊ ആനിസ്കേഷനിൽ അങ്ങനെ ഒന്നും ഇല്ലട്ടെ. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ചെറിയ വിഷമം തോന്നുന്നുണ്ട്. എന്നാന്നറിയാം രാജേഷ്, അതിനാ മാറ്റി നിർത്തിയേ? സ്ക്രിപ്റ്റ് ഇല്ല പിന്നെ ഈ പടം റേറ്റ് ആവൂ? അതറിയില്ല. അതെ, അതിന്റെ ഉത്തരം ഞാനല്ല പറയേണ്ടത്. അതിന് നല്ല ഏർപ്പാടല്ല ആരാന്നേലും അല്ലേ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം സ്ക്രിപ്റ്റാണ് ഏറ്റവും നല്ല ഒരു നെടും തൂണെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് 100 days എന്നൊക്കെ പറഞ്ഞാൽ രാജേഷ് ശരിക്കും എന്താ പറയുക ഞെളിഞ്ഞു നിൽക്കാവുന്നൊരു അഭിമാനത്തോടെ തന്നെ നിൽക്കാം. അത് സത്യം പറയാം. ഈ പറഞ്ഞ പോലെ ഒഴിച്ച് മാറ്റി വിട്ടവരൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ രാജേഷ് ആണ് അതിൻ്റെ. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവൻ അവർക്ക് തോന്നിയില്ലേ പോലും നാട്ടുകാർക്കായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ 101-ാം ദിവസം ആഘോഷിച്ച പോലും ഞാൻ കാരണം ഈ കഥ ഉണ്ടാവുന്നത് ഒരു അമ്മ പറഞ്ഞൊരു വേദനയെന്നാണ്. മൂകാംബികയിൽ ഗായത്രി മഠം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്. ആ മഠത്തിൽ ഒരിക്കലും ഞാൻ പോകുമ്പോൾ, കാരണം ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ അരികു പറ്റി നിൽക്കുന്നവരോടുകൂടെയാണ് ഞാൻ എപ്പോഴും ഉള്ളത്. ഞാൻ അത്തരത്തിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു പ്രാവശ്യം പോകുമ്പോൾ ഒരമ്മ, ഒരു SBTന്ന് റിട്ടയർ ആയ ഒരു ആളാണ്, ഈ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കുഞ്ഞു നോവാണ്. ആ നോവും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ചേർന്നപ്പോൾ അതൊരു കഥയായിട്ട് വളരുമായിരുന്നു. അങ്ങനെ ഈ കഥയുണ്ടായി, പിന്നെ അത് തിരക്കഥയായി, പിന്നെ അത് സിനിമയായി. അപ്പോൾ ഇതിൻ്റെ 100 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ആഘോഷിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ അരികു പറ്റി നിൽക്കുന്ന ആളുകളുടെ കൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതിന് എന്നേക്കാൾ മുന്നേ ആ തീരുമാനം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മക്കൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും പോയിട്ട് നിർമ്മല ഭവൻ എന്ന് പറഞ്ഞ് അവിടെയാണ് ഞാൻ ഈ സിനിമയുടെ ആകെ ഒരൊറ്റ ആഘോഷമേ ഞാൻ നടത്തിയിട്ടുള്ളൂ, ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അത് അവിടെയായിരുന്നു, ആ അമ്മമാരുടെ കൂടെയായിരുന്നു. ശരിക്കും അത് നല്ലൊരു സംഭവം കേട്ടോ, പറയാതിരിക്കാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അതിനപ്പുറത്തൊരു ആഘോഷം ആ സിനിമയ്ക്കില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും രാജേഷ്, ഇപ്പം ഞാൻ ഒരു കാര്യം, അരികു പറ്റി നിൽക്കുന്നവരുടെ കൂടെയാണ് രാജേഷിന് ഏറ്റവും കൂടുതൽ നിൽക്കാൻ ഇഷ്ടം. അത് അങ്ങനെയൊക്കെ ഞാൻ ഇക്കാലത്ത് കേൾക്കുന്ന ഒരുപാട് റെയറാണ്. അതെന്താ അങ്ങനെ? ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു എൻ്റെ 14-ാമത്തെ വയസ്സിൽ 12 വയസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ
എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, അവന്മാരൊക്കെ ഡിപ്പെൻഡഡ് ആണ് എന്നിൽ അല്ലെങ്കിൽ ഏട്ടനിൽ. അവർക്ക് ഒരു കാര്യം തീരുമാനം എടുക്കണം, അത് ആ സമയത്തൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല. അല്ല, അത് ബേസിക്കലി നമ്മളായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ല അത്. ചില ജംഗ്ഷനിൽ എത്തുമ്പോൾ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അവിടെ നിൽക്കണോ അതോ ആ സിഗ്നൽ നോക്കി നിൽക്കണോ അതോ എന്താ ചെയ്യണം എന്നുള്ളത് നമ്മുടെ തീരുമാനം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെ മുന്നോട്ട് പോയേ പറ്റുമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ അറിയാതെ നമുക്കൊരു കോൺഫിഡൻസും ഒരു മുന്നോട്ട് പോകേണ്ട ഒരു പവറും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ ഞാൻ അത് 12ാമത്തെ വയസ്സിലൊരു വലിയ സംഭവമായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതല്ല. പക്ഷേ എനിക്ക് അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. അതെ, ഓക്കെ. രാജേഷ്, ഇപ്പൊ ശരിക്കും ഞാൻ രാജേഷിനെ നോവിക്കുന്നതല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു എന്താ പറയാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കുട്ടികളും ഡിപ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ കുറെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും ഇൻ ദെയർ ഓൺ വേ. പക്ഷെ അവർക്ക് ഇപ്പം ഒരു 12 വയസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് പറയുമ്പോൾ അതൊരു പ്രായം എന്ന് പറയുന്നത്, എന്നെ ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിക്കും 4 വഴിയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും തെറ്റിപ്പോവാം. അതെ, പക്ഷെ അതിലൊന്നും വീഴാതെ ആ സമയത്ത് ആ പ്രായത്തിൽ അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അതൊക്കെ എങ്ങനെ സാധിച്ചു? അത് ഇപ്പോഴത്തെ ഒരു കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു വലിയൊരു അഡ്വൈസ് ആയിരിക്കും. തീർച്ചയായിട്ടും. അത് ഞാൻ വീണിട്ടില്ല എന്നല്ല പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ആ പ്രായത്തിൻ്റെതായ എല്ലാ വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ വീഴ്ചകൾ പറ്റുമ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ നേടേണ്ട കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഴ്ച പറ്റാതെ നമ്മൾ 12 വയസ്സ് മുതൽ ഇങ്ങനെ ഭയങ്കര ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നൊരു മനുഷ്യനൊന്നും അല്ല ഞാൻ. എല്ലാത്തരം വീഴ്ചകളും വീണിട്ടുണ്ട്. വീഴ്ച എന്നൊക്കെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ആ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തതാണ്. ഞാനത് ആ ചോദ്യം പിന്നെയും ചോദിക്കുകയാണ്, നോവിക്കല്ല. എന്താണ് ആ സിറ്റുവേഷൻ അത്ര രാജേഷ് ഫേസ് ചെയ്ത്? ഇല്ല, അത് പറയാൻ പറ്റില്ല. അതാണ് അത്ര അങ്ങനല്ല പ്രയാസം. അത് ഒരുപാട് പേരെ അത് പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ഒരിടത്തും അത് പറഞ്ഞിട്ടില്ല. ആരെ നോവിക്കുന്ന അത് പാടില്ല. നമ്മൾ ഈ അടുക്കളയിൽ നമുക്ക് ആരെ നോവിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇതിനകത്ത് നിന്ന് നല്ലൊരു ഉപദേശം പോലെ എനിക്ക് കിട്ടിയത്, രാജേഷ് ഈ 12 വയസ്സിൽ വഴിതെറ്റാതെ നല്ലൊരു നേർമാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ട് വന്നല്ലോ എന്നതിൽ എനിക്ക് വളരെ സന്തോഷം. എപ്പോഴും എൻ്റെ ലൈഫിൽ എപ്പോഴും എനിക്ക് ഗൈഡൻസ് ആയിട്ടുള്ളത് എൻ്റെ പുസ്തകങ്ങളായിരുന്നു. ഒരു വായനകൾ തന്നെയാണ് നമ്മളെ പല ജീവിതവും പഠിപ്പിച്ചതും എല്ലാം മുന്നോട്ട്. തീർച്ചയായിട്ടും. അല്ലാതെ എനിക്ക് ലൈഫിൽ അങ്ങനെ റോൾ മോഡൽസ് ഒന്നും ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഒരാളെ വെക്കാനും തീരുമാനിച്ചിട്ടില്ല. പുസ്തകങ്ങൾ വായിക്കുക, പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന ഒരു എനർജി, അറിവ്, അതിൻ്റെ പാകത. ശരിക്കും ഈ കുഞ്ഞുനാളും പുസ്തകം വായിക്കുമായിരുന്നു കുഞ്ഞുനാൾ മുതലേ? ഓക്കെ, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട്. എവിടെയായിരുന്നു രാജേഷിന്റെ വീട്? ഞാൻ എൻ്റെ വീട് മാവേലിക്കര താലൂക്കിൽ കുറച്ചൊരു 10-15 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് വെട്ടിയാറെന്ന് പറഞ്ഞ ഒരു വളരെ എന്താ പറയുക, വളരെ ഒരു ചെറിയ സ്ഥലം, ചെറിയ മനുഷ്യർ, ചെറിയ ജീവിതങ്ങൾ, എല്ലാം ചെറുത്. പക്ഷെ അവിടെ എല്ലാം വലിയ വലിയ സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ട്. ഞാൻ സിനിമയിൽ ആയ സമയത്തൊന്നും എൻ്റെ ബന്ധുക്കൾക്കൊന്നും ഈ പറഞ്ഞ പോലെ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണെന്നോ, മാതൃഭൂമിയിൽ നിന്ന് ജോലി രാജിവെച്ചിട്ട് പോയ ഒരാളെന്നായിരുന്നു എന്നെ പറ്റി. പത്രക്കാരൻ. അതെ, മാതൃഭൂമിയിൽ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ മാതൃഭൂമിയിൽ നിന്ന് റിസൈൻ ചെയ്ത് സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു എൻ്റെ പലർക്കും അറിയില്ല, അംഗീകരിക്കാത്തതല്ല. ഇപ്പോൾ കഥ എഴുതുന്ന ആളെന്ന് പറയുമ്പം ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴെൻ്റെ റിലേറ്റീവ്സിൻ്റെ ഈ ജനറേഷനിലെ പിള്ളേർക്ക് എന്നോടിപ്പം ഭയങ്കര സ്നേഹമുണ്ട്. അവർക്കറിയാം സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണെന്നറിയാം. ഈ പറഞ്ഞ അമ്മച്ചിമാർക്കൊന്നും പറഞ്ഞാൽ അവർക്കറിയില്ല. മാതൃഭൂമിയിൽ ജോലി രാജിവെച്ച് എന്തൊക്കെയോ പരിപാടി എന്നൊക്കെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അത്ര കുഞ്ഞു സ്ഥലമാണ്. അവരുടെ അറിവിൽ അവർ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ.